പൊതുവെ നമ്മൾ ഈ ഇസ്ലാമിക് ഓർഗനൈസേഷനുകൾ, ഇസ്ലാമിക സംഘടനകളെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഇപ്പോൾ അതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യം? നമ്മളിപ്പോൾ നിസ്കരിക്കണു, നോമ്പ് നോൽക്കണു, ദീന് പഠിക്കണു, അങ്ങനെ പോരെ എന്നാ ചോദിക്കണത്. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ദീനിനോട് ബന്ധപ്പെട്ട് നിൽക്കണമല്ലോ നമ്മൾ. എപ്പോഴും നമ്മുടെ ബന്ധം ദീനിനോടാവണം. അങ്ങനെ ഒരു ബന്ധം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ കുട്ടികൾക്കും എല്ലാവർക്കും ഉണ്ടാവുള്ളൂ. ഇപ്പോൾ എവിടെയാണ് ഈ ദീനുള്ളത്? ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ദീൻ എന്നതിൻ്റെ രൂപം എന്താണ്? അല്ലെങ്കിൽ ദീന് എവിടെയാണ് നമ്മൾ ഈ ദീൻ്റെ അടുത്തേക്ക് പോവുക പറഞ്ഞാൽ എവിടേക്ക് പോവുക? ഇപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ ഇസ്ലാമികമായി ജീവിക്കുന്ന ആളുകൾ തമ്മിലുണ്ടാകുന്ന ഒരു കൂട്ടായ്മ, കൂനുമാ സ്വാദിക്ക് എന്നല്ലേ, സത്യം പറയുന്നവരോടൊപ്പം നിങ്ങളാവും, അവരൊന്നിച്ച് ചേരുന്ന ഒരു സംഘം. അത് വളരെ അനിവാര്യമായൊരു കാര്യമാണ്. ഞാനിത് പറയാൻ കാരണം, എനിക്ക് പരിചയമുള്ളൊരു സുഹൃത്ത്, അയാൾ ദീനൊക്കെ നല്ല ഉൾക്കൊണ്ട് ദീനിയായി പോവുമായിരുന്നു. നമ്മുടെ എല്ലാ ക്ലാസ്സുകളിലും പരിപാടികളൊക്കെ പങ്കെടുത്തു. അതിലിടയ്ക്ക് അദ്ദേഹത്തെ ഒരു പണ്ഡിതൻ സ്വാധീനിച്ചു. അയാൾ അവനെ പഠിപ്പിച്ചത് എന്താ വെച്ചാൽ ഈ സംഘടനകളൊക്കെ അനാവശ്യമാണ്, ഇസ്ലാമികമായി അങ്ങനെ സംഘടനകൾ ഉണ്ടാക്കാൻ ഒരു തെളിവില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം അത് ശരിയാണെന്ന് വിശ്വസിച്ച് അയാൾ എല്ലാ ബന്ധം വിച്ഛേദിച്ചു. ലേണിംഗ് ക്ലാസ്സുകളിൽ വരാതെയായി. അതേപോലെ തന്നെ കുട്ടികളെ മദ്രസയിൽ വിട്ടില്ല. ദീനീ പഠന ക്ലാസ്സുകളിലും കാര്യങ്ങളിലൊന്നും അവർ പങ്കെടുത്തില്ല. അവസാനം എന്താ സംഭവിച്ചു വെച്ചാൽ ആ കുട്ടികൾക്ക് യാതൊരു ബന്ധവും ദീനായിട്ടില്ലാതെയായിപ്പോയി. മനസ്സിലായി? അവർ തൊട്ടടുത്ത് പള്ളിയുണ്ട്, അവിടെ പള്ളിയിൽ നിസ്കരിക്കാൻ പോവില്ല. അതേപോലെ തന്നെ ഇസ്ലാമികമായ ഒരു വേഷത്തിൻ്റെ രൂപം പോലും അവർ മകള് സ്വീകരിക്കാത്ത രൂപത്തിലേക്ക് വന്നു. അപ്പോൾ ആ കുട്ടികൾ അങ്ങനെ ആവുന്നതിൻ്റെ കാരണം നമ്മൾ ദീനിന്ന് വിട്ടുപോയി. നമ്മൾ വിട്ടുപോയത് സംഘടനയിൽ നിന്നാണെങ്കിലും യഥാർത്ഥത്തിൽ വിട്ടുപോയത് ദീനിന്നായിരുന്നു. ഒരു ദീന് എന്ന് പറയുമ്പോൾ അതിൽ 4 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ദീന് നമ്മൾ പഠിക്കണം. അതാണല്ലോ ഈമാൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അറിവ് നേടണം. അപ്പോൾ ആ അറിവ് എവിടെ നിന്ന് കിട്ടും? അപ്പോൾ സംഘടന ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം അറിവ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ വിജ്ഞാന വേദികൾ, ഖുർആൻ ലേണിംഗ് ക്ലാസ്സുകൾ, കുട്ടികൾക്കുള്ള CRE ക്ലാസ്സുകൾ, അതുപോലെ ചെറിയ കുട്ടികൾക്കുള്ള ബട്ടർഫ്ലൈ പോലുള്ള പരിപാടികൾ, ഇതൊക്കെ നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ എല്ലാ തലത്തിലുമുള്ള ആളുകൾക്ക് അറിവെത്തിച്ചു കൊടുക്കുക. അധ്യാപകന്മാർക്ക് സമ്മേളനം, തൊഴിലാളികൾക്ക് സമ്മേളനം, അല്ലേ? അങ്ങനെയുള്ള ദീന് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ദീന് നമുക്ക് പഠിക്കണമെങ്കിൽ അത് ഇത്തരം കൂട്ടായ്മകളിലൂടെയാണ് നമുക്ക് പറ്റുക. രാവിലെ നേർവഴി കിട്ടുന്നു, റേഡിയോ കിട്ടുന്നു ഒക്കെ. അപ്പോൾ ദീന് പഠിക്കണോ, നമുക്ക് ഇങ്ങനത്തെ ഒരു കൂട്ടായ്മക്കാണ് ദീന് പഠിക്കാനുള്ള സംവിധാനം ചെയ്ത് കൊടുക്കാൻ പറ്റും. രണ്ടാമത്തെ, സൽപ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുക. നല്ല കാര്യങ്ങൾ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളായിട്ടൊക്കെ ചെയ്യാണ്ട്. അത് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഫണ്ട് ശേഖരിക്കണം, അത് എത്തിച്ചു കൊടുക്കാൻ ആൾക്കാർ വേണം, സേവന പ്രവർത്തകന്മാർ വേണം. അതൊരു കൂട്ടായ്മയിലൂടെ നമുക്ക് നന്മകൾ ചെയ്യാൻ പറ്റുക. മറ്റൊന്ന്, ഈ സന്ദേശങ്ങൾ നമുക്ക് എത്തിച്ചു കൊടുക്കുക, ദാവത്ത്. അപ്പോൾ ഒരു ക്ലാസ് വെക്കുന്നു, ആൾക്കാരിലേക്ക് ക്ഷണിക്കുന്നു, ആളുകളിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നു. ഇതിനും എന്ത് ചെയ്യണം? നമ്മൾ ഒന്നിച്ച് ചേർന്ന് ചെയ്യുമ്പോഴല്ലേ പറ്റുള്ളൂ. പിന്നൊന്ന്, ഇത്തരം പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ പരസ്പരം സഹകരിച്ചും സഹായിച്ചും കൂടെ നിൽക്കുക. അതാണല്ലോ മറ്റൊരു കാര്യം. ഇതിനും എന്ത് വേണം? എല്ലാവരും ഒന്നിച്ച് നിൽക്കുമ്പോഴേ അതിനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്തരം ഒരു സംഘടനയോട് ചേർന്ന് നിൽക്കുക, ശരിയായ ആദർശവും ശരിയായ വിശ്വാസമൊക്കെ ഉള്ള ഒരു കൂട്ടായ്മയോടൊപ്പം നമ്മൾ പ്രാദേശികമായി നിൽക്കുക, അതിൽ നമ്മൾ മെമ്പർമാരാവുക, അതിനോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ പുതിയ തലമുറക്ക്, നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഭാവി കിട്ടാനും നേരെ മുന്നോട്ട് പോകാനും പറ്റും. അതുകൊണ്ടാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന സത്യവിശ്വാസികൾ അള്ളാഹിനെ സൂക്ഷിക്കണം, വകൂനൂ സ്വാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്ന, ശരി പറയുന്നവരോടൊപ്പം നിങ്ങൾ നിൽക്കണം. വൽതക്കും മിൻകും ഉമ്മ, നിങ്ങളൊരു സമുദായം ഉണ്ടാകണം, അവരെന്താണ്? നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അവരാകുന്നു വിജയികൾ എന്നൊക്കെ ഖുർആൻ പറയുമ്പോൾ നബിയും സഹാബത്തും ആ ഒരു കൂട്ടായ്മയോടെ വന്നു. ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ, ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ നേതൃത്വത്തിൽ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അല്ലാത്തടത്തൊക്കെ ഇസ്ലാമിക സംഘടനകൾ രൂപീകരിച്ച് അതിൻ്റെ കീഴിൽ പ്രവർത്തനം നടക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അനിവാര്യത മനസ്സിലാക്കി നമ്മളതിൻ്റെ കൂടെ നിൽക്കേണ്ടതുണ്ട്. നമ്മൾ ഒറ്റപ്പെട്ടു പോകാതെ ഇരിക്കാനും നമ്മുടെ ഭാവി തലമുറക്ക് വെളിച്ചം കിട്ടാനും ഈ ദീനിനെ കൊണ്ടുനടക്കാൻ ഭാവിയിൽ ആളുകൾ ഉണ്ടാവാനും ഇത് അനിവാര്യമാണെന്ന് മനസ്സിലാക്കുക.